ഹായ് കൂട്ടുകാരെ, സ്വാദിഷ്ടമായ പാലക്കാടൻ വഴുതനങ്ങ വറ്റിച്ചതാണ് പരിചയപ്പെടുത്തുന്നത്. അതിനായിട്ട് വീട്ടിലുണ്ടായ ഒരുതരം പച്ച വഴുതനയാണിത്. ഈ വഴുതനയുടെ കറ കളയാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഈ വഴുതനങ്ങ നമുക്ക് മുറിച്ചിടാം. വഴുതനങ്ങ കറയൊക്കെ കളഞ്ഞെടുത്ത് കഴുകി വാരി വേവാനിട്ടിരിക്കുകയാണ്. നാടൻ വഴുതനങ്ങ തന്നെ വേണം, അത് നിർബന്ധമാണ്, അല്ലെങ്കിൽ ഈ കറിക്ക് ടേസ്റ്റ് കുറയും. ഇനി ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ, അരയ്ക്കാൻ വേണ്ട സാധനങ്ങൾ: അരമുറി നാളികേരം ചെറുതായി ചിരവിയെടുത്തതും, ഒരു 5 ചെറിയ ഉള്ളിയും 1 ടീസ്പൂൺ മുളക് പൊടിയും മാത്രമാണ്. ഇത് നമുക്ക് അമ്മിയിൽ അരച്ചുരുട്ടി ഉപയോഗിക്കാം. അമ്മിയിൽ തന്നെ അരയ്ക്കണം. മിക്സിയിൽ അരച്ചാൽ ഈ കറിയാവില്ല, വേറെ കറിയാവും. അതുകൊണ്ട് നമുക്കിത് അമ്മിക്കല്ലിൽ അരച്ചുരുട്ടിയെടുക്കാം. ഈ ഒരു വഴുതനങ്ങയ്ക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇതിൽ ഇനി ബാക്കിയുള്ള കറ കൂടി കളയും, പിന്നെ ഒരു നിറവും കിട്ടും കറിക്ക്. ഉള്ളിയും മുളക് പൊടിയും തേങ്ങയും കൂടി അരയ്ക്കുമ്പോൾ നന്നായിട്ട് അരയരുത്, അതിനൊരു പാകമുണ്ട്. അരപ്പിപ്പോൾ അരച്ചുരുട്ടി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം അരയ്ക്കാൻ. നല്ലപോലെ അരയണ്ട, എന്നാൽ അത്യാവശ്യം അരയുകയും വേണം. വഴുതനങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വഴുതനങ്ങയോടുകൂടി ഇളക്കി കൊടുക്കാം നന്നായിട്ട്. അതിനുശേഷം 5 മിനിറ്റ് ഇത് തിളക്കട്ടെ. ചോറിന് നല്ലൊരു ഒഴിച്ചു കറിയാണിത്, ട്രൈ ചെയ്യണേ. കറി തിളച്ച് വന്നിട്ടുണ്ട്. അടച്ചു വെച്ചിട്ടാണ് ഞാൻ തിളയ്ക്കാൻ വെച്ചിട്ടുള്ളത്. ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. കഞ്ഞിക്കാണ് കൂടുതലായും പാലക്കാട്ടുകാർ ഇത് ഉപയോഗിക്കുക. അപ്പോൾ കഞ്ഞിക്കാകുമ്പോൾ ഒന്നും കൂടി ഇത് വറ്റിച്ചെടുക്കും. അതുകൊണ്ടാണ് ഇതിനെ വഴുതനങ്ങ വറ്റിച്ചത് എന്ന് പറയുന്നത്. ഞാൻ എന്തായാലും ഇത് ചോറിനാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കറിയാണ് ഇത്. ഞാൻ ഓഫ് ചെയ്യാണ്. ഓഫ് ചെയ്ത ശേഷം ഇതിൽ വറുത്തിടരുത് ഒരിക്കലും. കറിവേപ്പില ഇങ്ങനെ തൂവി കൊടുക്കാം നമുക്ക്. കൂടെ തന്നെ ഒരു സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഇങ്ങനെ തൂവി കൊടുക്കാം, പച്ച വെളിച്ചെണ്ണ. അപ്പോൾ ആ വെളിച്ചെണ്ണ ഇങ്ങനെ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കും. മൺചട്ടി ആയതുകൊണ്ട് ഇതിങ്ങനെ തിളച്ച് കുറുകി വന്നോളും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇത് ചോറിൻ്റെ കൂടെ സ്വാദോടുകൂടി കഴിക്കാം. അപ്പോൾ ഈ കറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.